ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് പറയാൻ പോകുന്നത്. നമ്മളൊക്കെ അനുഭവിക്കുന്നതും നമ്മളൊക്കെ മാറേണ്ടതും നമ്മളൊക്കെ പുറത്തു കടക്കേണ്ടതുമായ ഒരു വിഷയം. യു കനോട്ട് റീഡ് ദ ലേബൽ ഇഫ് യു ആർ ഇൻസൈഡ് ദ ജാർ. അതായത് നിങ്ങളൊരു കുപ്പിയുടെ ഉള്ളിലാണെങ്കിൽ ആ കുപ്പിയുടെ പുറത്ത് എഴുതിയത് എന്താണെന്ന് വായിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിന് മാച്ചാവുന്ന ഒരു മലയാളം ഇതുണ്ട്. അതാണ് പൊട്ടക്കണത്തിലെ തവള എന്ന് പറയും. സാധാരണ എല്ലാവരും കേട്ടിട്ടുള്ളതാവും. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കുട്ടികളാവുന്ന സമയത്ത് നമ്മളെല്ലാത്തിനോടും ഓപ്പൺ ആയിട്ടായിരിക്കും നമ്മുടെ മനസ്സുണ്ടാവുക. അതാണ് മനുഷ്യന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയാം. എന്നാൽ നമ്മൾ ചെറുപ്പം മുതലേ നമ്മളെ പലരും ഓരോരോ കുപ്പിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. അതായത് പതിയെ പതിയെ കുപ്പിയിലാക്കി അടച്ചിട്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സ് ആകാം, നമ്മുടെ അധ്യാപകരാവാം, നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ഒരു മദ്രസയിൽ നിന്നോ മതപാഠശാലയിൽ നിന്നോ പഠിച്ചതായിരിക്കാം. നമ്മളെല്ലാവരും നമ്മളെ പരമ്പരാഗതമായി പിന്തുടരുന്ന ചില മതങ്ങളിലോ ചില രാഷ്ട്രീയ പാർട്ടികളിലോ ചില ആശയധാരകളിലോ കുടുങ്ങിക്കിടക്കുകയായിരിക്കും. അത് നമ്മൾ സ്വയം ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മൾ അതിൽ പെട്ടിട്ടുണ്ടാവുക. അങ്ങനെ വരുമ്പോ നമുക്ക് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളും നമ്മൾ ആരാണ് എന്നും കൃത്യമായി നമുക്കറിയാൻ കഴിയില്ല. അതിനുവേണ്ടി നമ്മൾ പുറത്തു നിന്ന് ചിന്തിക്കണം. അതിപ്പോ നമ്മൾ ഒരാളുമായുള്ള റിലേഷൻ ആണെങ്കിൽ ആ റിലേഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ നമ്മളൊന്ന് പുറത്തു നിന്ന് ചിന്തിച്ചു നോക്കി നമ്മൾ ആ റിലേഷൻ എങ്ങനെ ബെറ്റർ ആക്കാം, അതല്ല ടോക്സിക് ആണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം എന്നൊക്കെ നമ്മൾ പുറത്തു നിന്ന് ചിന്തിച്ചാലാണ്, അല്ലെങ്കിൽ വേറൊരാളോട് അഭിപ്രായം ചോദിച്ചാലാണ് നമുക്ക് മനസ്സിലാക്കുക. അത് നമ്മുടെ ബിസിനസ്സിലും അതേപോലെ തന്നെ ആയിരിക്കും. നമ്മളൊരു ബിസിനസ്സിൽ ഒരേ കാര്യം ഇങ്ങനെ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവും. ആ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ആ ബിസിനസ്സിനകത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കും. എന്നാൽ അതിന് പരിഹാരം ചിലപ്പോൾ പുറത്തായിരിക്കും ഉണ്ടാവുക. നമ്മൾ അകത്തു നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള പ്രശ്നങ്ങളും ഉള്ളിലുള്ള പരിഹാരങ്ങളും നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പരിഹാരങ്ങളും രീതികളും ഒക്കെയാണ് നമുക്ക് വരിക. അതിന് പകരം തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയും. പുറത്തു നിന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ആളുകളോട് അഭിപ്രായം ചോദിക്കുക, എക്സ്പെർട്ടായ ആളുകൾ. കാരണം പുറത്ത് ഇതേപോലെ അല്ലെങ്കിൽ ഇതിൽ ഡിഫറെന്റ് ബിസിനസ്സുകൾ ചെയ്യുന്ന, ഡിഫറെന്റ് രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാള് ഇതിന് നല്ല സൊല്യൂഷൻ കണ്ടിട്ടുണ്ടാവും. നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മാത്രം ചിന്തിച്ച് നമ്മൾ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ സൊല്യൂഷൻ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ക്യൂരിയസ് ആയിരിക്കണം. നമ്മൾ എല്ലാത്തിനെയും ഒരു കുട്ടിയുടെ മനസ്സോടെ കാണണം. ഇത് ശരിയാണോ, ഞാൻ ഈ ചെയ്യുന്നത് എന്റെ തന്നെ ചോയ്സ് കൊണ്ടാണോ, അതോ എന്റെ മാതാപിതാക്കളോ എന്റെ ഗുരുക്കന്മാരോ പറഞ്ഞത് കേട്ട് അതേപടി പോവുകയാണോ, അത് പഴയ സാഹചര്യത്തിലാണോ, ഇന്നത്തെ സാഹചര്യത്തിൽ അത് കറക്റ്റ് ആണോ, ഞാനത് പിന്തുടരേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായി ആലോചിച്ച് ചിന്തിക്കുക. നമ്മൾ എന്നിട്ട് ബോട്ടിൽ നിന്ന് അല്ലെങ്കിൽ പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്ത് കടന്ന് നമ്മൾ നോക്കുക. അതിനുവേണ്ടി ചിലപ്പോ നമ്മൾ പുതിയ പുതിയ ആളുകളുമായി സംസാരിക്കേണ്ടത് വരും. പുതിയ നാടുകളിലേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തു നോക്കേണ്ടതായിട്ട് വരും. പുതിയ പുസ്തകങ്ങളും മറ്റും വായിക്കേണ്ടതായിട്ട് വരും. കാരണം ഇത് മുന്നേ പുറത്ത് കടന്ന ആളുകൾ എഴുതിയ പല പുസ്തകങ്ങളും ഉണ്ടാവും. അവര് പറയുക ഈ പൊട്ടക്കണത്തിന് പുറത്ത് വലിയ ഒരു ലോകമുണ്ട്, ആ ലോകത്ത് മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നീ ചിന്തിക്കുന്നതും നിങ്ങൾ ഇതുവരെ ചിന്തിച്ചതുമൊന്നുമല്ല യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാം. അപ്പോ നമ്മൾ ഈ ബോട്ടിലിനകത്തു നിന്നോ അല്ലെങ്കിൽ പൊട്ടക്കിണറ്റിൽ നിന്നോ എത്രയും വേഗം പുറത്തു കടക്കാനുള്ള ശ്രമം ഇന്ന് തന്നെ ആരംഭിക്കുക. എന്നിട്ട് വിശാലമായ വീക്ഷണത്തോടു കൂടി ലോകത്തെ സമീപിച്ചുകൊണ്ട് ജീവിതം കുറച്ചുകൂടി, അതായത് നമ്മൾ ഇതിനകത്താവുമ്പോൾ ഇതിന്റെ ചില പ്രശ്നങ്ങളിലൊക്കെ മാത്രമായി കഷ്ടപ്പെട്ട് നമുക്ക് വിശാലമായോ അല്ലെങ്കിൽ നമുക്ക് ആസ്വദിച്ച് ജീവിക്കാനോ സന്തോഷം കണ്ടെത്താനോ ഒന്നും കഴിയില്ല. ഇതിനകത്ത് തന്നെ വട്ടം കറങ്ങുകയായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും ഈ പൊട്ടക്കണത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ അടച്ചിട്ടുള്ള കുപ്പികളിൽ നിന്നും പുറത്തു കടക്കാനുള്ള ശ്രമം പതിയെ പതിയെ നടത്തി വിശാലമായ ലോകത്ത് വിരാജിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.